2 പല്ല് വെച്ച് ഇത്രയധികം ക്യൂട്ട്നെസ് കാട്ടാന്നുള്ള എസ്സെയാണ് എന്നെ പഠിപ്പിച്ചത്. ഓള് വാരി എറിഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവാന് കോലുമുട്ടായി വെച്ച് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അപ്പുറത്ത് ഓൻ്റെ അമ്മ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് മമ്മീനോട്. അങ്ങനെ നമ്മൾ അടിച്ച വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ മമ്മിക്ക് കുറച്ച് ഇറക്കം കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ലേസ് അടിക്കലും അടിക്കലും ഒക്കെ ഭയങ്കര സ്പീഡേനും. കാരണം പരിപാടിക്ക് അധികം ദിവസമല്ലേനു. പിന്നെ നമുക്ക് അവിടെ നിന്ന് വെള്ളം തന്നു, ഈ നാരങ്ങ വെള്ളം തന്ന് അത് ഇവാൻ എടുത്ത് ഒന്നായിട്ട് ടീഷർട്ടിലേക്ക് കമത്തി. ആ വെള്ളം മൊത്തം ഓൻ്റെ ടീഷർട്ടിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ പാടെ അതിന് എന്തൊക്കെയോ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഭാണ്ഡക്കെട്ടുകളുമായിട്ട് കൊള്ളാത്ത ഓട്ടോയിൽ കുത്തി കയറ്റി പോയത് എളാമൻ്റെ വീട്ടിലാണ്. അവിടെ എന്തോ ഒന്നുമില്ല, ഈ പരിപാടി വിളിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറാൻ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി പോയതാണ്. അവിടെ എത്തിയ പാടനെ സ്വന്തം വീട് പോലെ നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെ എല്ലാവരും കൂടി വാരി വെതറി കിടക്കുന്നുണ്ട്. ലിയ ഞാൻ ക്യാമറക്ക് മുഖം കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിക്കില്ല, മുഖം ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓളറിയാണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ഓളെ കൂട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ അവിടെ എത്തിയ അവിടെ തന്നെ നമുക്ക് ചായയും എന്തൊക്കെ ഓരുണ്ടാക്കിയും അതൊക്കെ തന്ന് നമ്മളെല്ലാവരും കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉമ്മയും മോനും മെയിൻ ആവുകയാണ്, ഒക്കെ സൂപ്പറാന്ന് പറഞ്ഞിട്ട്. പിന്നെ മൂപ്പർക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി എവിടെ ചെന്നാലും. പിന്നെ അങ്ങനെ തന്നെ അതിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാനും എന്തിനോ വേണ്ടി ടാറ്റ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരൊക്കെ വിളിച്ച് ക്ഷണിച്ച് നമ്മൾ ടാറ്റയും പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നിഹാൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ടാറ്റയും പറഞ്ഞ് നമ്മൾ നേരെ പോയി അനുവിനെ ഓട്ടോ കയറ്റി ആദ്യം വിട്ടു. അനുവും മക്കൾ ആദ്യം കയറി പോയി. അങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞ് ഞാനും മമ്മിയും ബസ്സിന് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ്സും കാത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം അധികം നിന്നതിന് ശേഷം നമുക്ക് ബസ് കിട്ടി. നമ്മൾ രണ്ടാളും ഓരോ സീറ്റിൽ, അല്ല ഒരേ സീറ്റിൽ കയറി ഇരുന്ന് നമ്മൾ യാത്ര പോയി. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ.